ഈ മണ്ഡലത്തിൽ മുഹമ്മദ് ഹനീഫ ജയിക്കും. അത് ഭരണവിരുദ്ധ തർക്കമുണ്ട്. ഹനീഫ ജയിക്കും. 3000-4000 വോട്ടിന്റെ ഭൂരിപക്ഷം. മുഹമ്മദ് ഹനീഫ നല്ലൊരു ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരും. CPM-ന്റെ തന്നെ കുറച്ച് വോട്ടുകൾ ഇക്കൊല്ലം നജീബ് സാഹിബിന് കിട്ടും. ഏലംകുളത്തുള്ള എല്ലാ മാർക്സിസ്റ്റുകാരുടെ വോട്ടും കൂടി UDF-ന് ഇട്ടു പ്രാവശ്യം. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ നിയമസഭയിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പിന്റെ ചൂട് വേനൽ ചൂടിനെ വെല്ലുന്ന ചൂടിലേക്ക് കിടക്കുകയാണ്. അപ്പൊ ഈ ഏലംകുളം പഞ്ചായത്തിലെ മണ്ഡലത്തിന്റെ ഭാഗമായ ഏലംകുളം പഞ്ചായത്തിലെ ജനങ്ങളുടെ അഭിപ്രായം തേടുക, ജനങ്ങളോട് തന്നെ ചോദിക്കാം ആരെയാണ് അവർ പിന്തുണയ്ക്കുന്നത്. അപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പില് ഈ മത്സരം നന്നായിട്ട് ചുടുപിടിച്ചു വരികയാണ്. ഈ ഏലംകുളം EMS-ന്റെ മണ്ണാണല്ലോ. ഇവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി നജീബ് കാന്തപുരമാണോ LDF-ന്റെ സ്ഥാനാർത്ഥി VP മുഹമ്മദ് ഹനീഫയാണോ ജനങ്ങൾക്ക് കൂടുതൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്? മുഹമ്മദ് ഹനീഫയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ മുന്നിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ട്. പിന്നെ ഇവിടുത്തെ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ വികസനം ചെയ്തതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. അപ്പൊ ഇവിടെ നജീബ് കാന്തപുരം ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് പിന്നെ ജനങ്ങളുടെ മുന്നിൽ പറയത്തക്ക ഒന്നുമില്ല, ഒന്നും കാണുന്നില്ല. ഈ മണ്ഡലത്തിൽ മുഹമ്മദ് ഹനീഫ ജയിക്കും, സംശയമൊന്നുമില്ല. അപ്പൊ EMS-ന്റെ നാടാണ് ഏലംകുളം. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തില് LDF-ഉം UDF-ഉം നല്ല മത്സരത്തിലാണ്. നിങ്ങള് LDF-നാണോ UDF-നാണോ സാധ്യത കാണുന്നത്? നമ്മൾ കൂടുതൽ കാണുന്നത് UDF-നാണ്. എന്താണ് അതിന്റെ കാരണം? അത് ഭരണവിരുദ്ധ തർക്കമുണ്ട്. മുഹമ്മദ് ഹനീഫ നല്ല മത്സരത്തിലാണ്, ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. അപ്പോ ഇപ്പൊ മത്സരം ഉണ്ടല്ലോ, പാസതിക്ക് ആർക്കാണ് സാധ്യതയെന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? ഇപ്രാവശ്യം പാർട്ടിക്ക് ചാൻസ് ഇല്ല. അത് ഇടതുപക്ഷത്തിന് ചാൻസ് ഇല്ല. അപ്പൊ UDF-നാണ് ചാൻസ്? UDF-നാണ് ചാൻസ് കാണുന്നത്. UDF-ഉം LDF-ഉം നല്ല മത്സരത്തിലാണല്ലോ, കടുത്ത മത്സരത്തിലാണ്. ആർക്കാണ് നിങ്ങൾ സാധ്യത കാണുന്നത്? സാധ്യത LDF-ന്. എന്തുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് പറയുന്നത്? ഒന്നാമത് ഞാൻ ഏലംകുളം പഞ്ചായത്തിൽ ജനിച്ച ഒരാളാണ്. ഒരു പാർട്ടി കുടുംബത്തില് എന്ന പോലെ ആണ് ഞങ്ങൾ ഇവിടെ ജയിച്ചോളത്. അപ്പൊ അതിന്റെ മീത് LDF വരും തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു. ഇനിയിപ്പോ പെരിന്തൽമണ്ണയില് UDF-നാണോ LDF-നാണോ സാധ്യത? അത് UDF-നാണ് സാധ്യത. അത് നിങ്ങൾ കൃത്യമായിട്ട് പറയാൻ കാരണം? കൃത്യമായിട്ട് പറയാന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇതിൽ ആദ്യമായിട്ടായിരുന്നു അതില് കാന്തപുരം ഇക്കൊല്ലമായിട്ട് അത് പരിചയമുണ്ട്, വികസനം നടത്തിയിട്ടുള്ള പരിചയമുണ്ട് പെരിന്തൽമണ്ണ താലൂക്ക് മണ്ഡലത്തില്. അപ്പൊ ആദ്യം ആകുമ്പോ നമുക്ക് അവരറിയില്ല, നമ്മളെ അലിസാറായിരുന്നു ആദ്യം. അലിസാറിനെ ഞങ്ങളൊക്കെ അറിയണ ആളായിരുന്നു. ഇവർ വന്ന് ഇപ്പൊ 5 കൊല്ലം അതിൽ ഭരിച്ചു കാണിച്ചു വന്നു. ഇപ്പൊ 10ാമത്തെ കൊല്ലത്തിലേക്ക് അതൊക്കെ കിടക്കും. അപ്പൊ ഇനിയിപ്പോ നജീബ് കാന്തപുരം ജയിക്കുമെന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും ജയിക്കും. ഹനീഫ ജയിക്കും. അത് എങ്ങനെയാണ് താങ്കൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുക? അത് ഇപ്പോഴത്തെ ട്രെൻഡ് ഈ MLA നജീബ് കാന്തപുരം ഒരു വികസനവും നടത്തിയിട്ടില്ല. വെറും കല്യാണത്തിന് പോവുക, കുടിയിരിക്കലിന് പോവുക, നോമ്പ് തുറക്ക് പോവുക, അതല്ലാത്ത ഒരു പരിപാടി അയാൾക്കില്ല. പൂരം നേർച്ച, അതാണ് അയാൾക്ക്. അപ്പോ താങ്കൾ വിജയിക്കും പറയുന്നത് മുഹമ്മദ് ഹനീഫ ജയിക്കില്ല? തീർച്ചയായിട്ടും ജയിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ രീതിയിൽ അതൊന്നും ഒരു വിഷയമല്ല. അതൊന്നും ഒരു വിഷയമല്ല. തദ്ദേശ മെമ്പറിലെ പെരുന്തൽമണ്ണ മുനിസിപ്പാലിറ്റി പോയത് 36 വോട്ടിനാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എന്ത് നേടാനാണ്? അപ്പൊ ഏതായാലും താങ്കളുടെ അഭിപ്രായത്തിൽ LDF-നാണ് സാധ്യത? തീർച്ചയായിട്ടും. പെരിന്തൽമണ്ണയിൽ UDF-നാണോ LDF-നാണോ? നജീബ് കാന്തപുരമാണോ VP മുഹമ്മദ് ഹനീഫയാണോ? നജീബ് കാന്തപുരത്തിനാണ്. അത് ഇത്ര കൃത്യമായിട്ട് ഇങ്ങനെ പറയാൻ? കൃത്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു 3000-4000 വോട്ടിന്റെ ഭൂരിപക്ഷം. അങ്ങനെ ജയിക്കുമോ? അവിടെ LDF VP മുഹമ്മദ് ഹനീഫ നല്ല മത്സരത്തിലേക്ക് വന്ന മണ്ഡലമാണ്. കഴിഞ്ഞ പ്രാവശ്യം 38 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. സംഗതി ശരിയാണ്. പക്ഷെ സാങ്കേതിക കാരണങ്ങളാല് അത് ഞാൻ വ്യക്തമാക്കി പറയുന്നില്ല. UDF-നാണ് സാധ്യത. താങ്കളുടെ അഭിപ്രായത്തിൽ പെരിന്തൽമണ്ണയില് UDF-നാണോ LDF-നാണോ സാധ്യത? അതായത് നജീബ് കാന്തപുരത്തിനാണോ VP മുഹമ്മദ് ഹനീഫയ്ക്കാണോ സാധ്യത? മത്സരത്തിലേക്ക് വന്നല്ലോ. VP മുഹമ്മദ് ഹനീഫ തന്നെയാണ് ഇപ്പൊ മുന്നിട്ട്. അല്ല, ഇപ്പൊ ആദ്യഘട്ടത്തിലേക്ക് UDF വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ശരിക്കും ഇപ്പൊ മത്സരത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ മത്സരത്തിന്റെ മുനയിലാണ്. അപ്പൊ താങ്കളുടെ അഭിപ്രായത്തില്? എന്റെ അഭിപ്രായത്തില് മുഹമ്മദ് ഹനീഫ നല്ലൊരു ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരും. ഉറപ്പാണോ? ഉറപ്പാണ്, ഒരു മാറ്റമില്ല. ഇല്ലല്ല. ഏകദേശം താങ്കളുടെ കണക്കിൽ എത്ര വോട്ടിന് അദ്ദേഹം ജയിക്കും?
ഒരു കണക്കൂട്ടല് ഒരു 6000-7000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഏലംകുളത്ത് LDF ആണോ UDF ആണോ കൂടുതൽ മേധാവിത്വം ഉണ്ടാക്കുക? UDF. അതെന്താ ഇങ്ങനെ കൃത്യമായിട്ട് പറയാനുള്ള ഒരു താങ്കളുടെ പ്രാവശ്യം UDF-നാണ് സാധ്യത കിട്ടുന്നത്. ഈ ഇവിടെ നജീബ് കാന്തപുരം നല്ല പ്രവർത്തനമാണ്. അദ്ദേഹം ജയിക്കുന്ന പറയുന്നത്. ജയിക്കും. അപ്പോ ഏലംകുളത്തിന്റെ മണ്ണിലെ UDF-നാണോ LDF-നാണോ താങ്കൾ സാധ്യത കാണുന്നത്? ഇപ്പോ UDF-ന്. അപ്പോ ഇവിടെ നജീബ് കാന്തപുരമാണ് UDF-ന്റെ സ്ഥാനാർത്ഥി. LDF-ന് VP മുഹമ്മദ് ഹനീഫ് വന്നുകൂടി മത്സരത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോ ഈ മത്സരത്തിൽ ആര് ജയിക്കും? ഇവിടെ മത്സരത്തിൽ നജീബ് സാഹിബ് ജയിക്കും. എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ അടിവാരാൻ വേണ്ടി ഏറ്റവും മുൻപന്തിൽ നിന്ന സ്ഥാനാർത്ഥിയാണ് മുഹമ്മദ് ഹനീഫ്. അതുകൊണ്ട് ഇപ്രാവശ്യം നജീബ് ഒന്നുകൂടി ഇവിടെ മെച്ചപ്പെടുത്തും. കണ്ട മുഹമ്മദ് ഹനീഫയെ കുറിച്ച് അങ്ങനെ ഒരു വാക്ക് അതോ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം അത് അങ്ങനെ സംഭവിച്ചോണ്ട് അതുകൊണ്ടാണ് നജീബിന് ഒന്നും കൂടി ആളുകളുടെ ഇടയിൽ അവരെ തന്നെ കുറച്ച് വോട്ട് കിട്ടും. ഉറപ്പാണ്. CPM-ന്റെ തന്നെ കുറച്ച് വോട്ടുകൾ ഇക്കൊല്ലം നജീബ് സാഹിബിന് കിട്ടും. ഏകദേശം നിങ്ങളുടെ ഒരു കണക്കിൽ എത്ര ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു 12,000 ഭൂരിപക്ഷം ഉണ്ടാവും ഈ പ്രാവശ്യം. ഉറപ്പാണ്. നിഷ്പക്ഷമായി നിൽക്കുന്ന ആളുകളാണെന്നാണ് പലരും പറയുന്നത്. അപ്പോ താങ്കളൊരു നിഷ്പക്ഷമതിയാണല്ലോ. ഇവിടെ LDF-നാണോ UDF-നാണോ താങ്കൾ സാധ്യത കാണുന്നത്? ഇവിടെ EMS-ന്റെ മണ്ണ് കൂടിയാണല്ലോ ഏലംകുളം. സാധ്യത കണ്ടോ? ആരെ ജയിക്കണവർ വോട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടല്ലേ. അതെ അല്ലെ? അപ്പൊ താങ്കൾ നിഷ്പക്ഷനായതുകൊണ്ട് ആര് ജയിച്ചാലും കുഴപ്പമില്ല. ഇപ്പോ മത്സരം കടുത്ത മത്സരമാണ്. ഇപ്പോ ഇടതുപക്ഷവും വലതുപക്ഷവും ഈ ഏലംകുളം EMS-ന്റെ നാട് കൂടിയാണ്. അപ്പൊ ഇവിടെ ഇത്തവണ ആർക്കാ സാധ്യത? ഇവിടെ സാധ്യത കാന്തപുരം തന്നെ. നജീബ് കാന്തപുരമാണോ? നജീബ് കാന്തപുരം. അത് ഞാൻ കൃത്യമായിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് പറയും. മറ്റിപ്പോ ഇവിടെ ഇല്ലല്ലോ. ഇതിന്റെ ഒരു പ്രാവശ്യം ഒന്നും ഇവിടെ തമ്മമ്മേല് വെച്ചിട്ടല്ലാതെ 70-ന് ശേഷം ഉണ്ടായിട്ടില്ലല്ലോ ഇവിടെ. ഒരു ശശി മാത്രമേ 70-ന് ശേഷം ജയിച്ചിട്ടുള്ളൂ. 1967 പാലോളി ജയിച്ചു പോയതിനു ശേഷം ശശികുമാർ മാത്രമേ ഉള്ളൂ ഒന്നും നിന്നിട്ട്. അത് ലീഗിൽ പിണക്കാൻ കാരണം അവന് കിട്ടിയെന്നല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പൊ അന്ന് ജയിക്കാൻ കാരണം ലീഗിൽ പിണക്കം കാരണമാണോ? കാരണം തന്നെയാണ്. അത് കാരണം ഇപ്പൊ എല്ലാ ടീം UDF ഒറ്റക്കെട്ടാണ്. താങ്കളുടെ അഭിപ്രായത്തിൽ ഏകദേശം എത്ര ഭൂരിപക്ഷത്തിൽ? 10,000 കുറയില്ല. EMS-ന്റെ നാട്ടില് CPM-ന്റെ കോട്ടയാണെന്നൊക്കെയാണ് ഒരു കാലത്ത് പറഞ്ഞത്. ഇപ്പൊ ഇത്തവണ UDF ഒക്കെയാണ് ഇവിടെ പഞ്ചായത്ത് ഭരിക്കുന്നത്. ഇവിടെ ആദ്യം നജീബ് കാന്തപുരത്തിനാണ് എല്ലാവരും സാധ്യത പറഞ്ഞത്. അദ്ദേഹം വലിയ. പക്ഷെ ഇപ്പം മത്സരത്തിലേക്ക് വന്നു മുഹമ്മദ് ഹനീഫ്. താങ്കളുടെ അഭിപ്രായത്തില് ഈ EMS-ന്റെ നാട് ഉൾപ്പെടെ പെരിന്തൽമണ്ണയിൽ ആര് ജയിക്കും? EMS-ന്റെ നാടായ ഏലംകുളം, ഞാൻ കുന്നക്കാവുകാരനാണ്. ഏലംകുളം തന്നെ UDF-ലേക്ക് വന്നിരിക്കുകയാണ്. ഏലംകുളം പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. ഏലംകുളത്തുള്ള എല്ലാ മാർക്സിസ്റ്റുകാരുടെ വോട്ടും കൂടി UDF-ന് ഇട്ടു പ്രാവശ്യം. കാരണം EMS-ന്റെ നാടായതുകൊണ്ട് രാജ്യത്ത് ഭരിക്കാൻ കഴിയില്ല. ഏത് രാജ്യത്താണെങ്കിലും ആ വ്യക്തി അവിടെ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് കാലാകാല അവസ്ഥ ഉണ്ടാവില്ലല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ നജീബ് കാന്തപുരത്തിനെ പറ്റി പറയുന്നത്, അദ്ദേഹം ഈ പെരിന്തൽമണ്ണയിൽ വന്നതിന് ശേഷം വലിയ പരിവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ദൃഷ്ടി നമ്മൾ കാണുന്ന രീതിയിലുള്ള ഇവിടെ IAS-നോ അതിനും അങ്ങനത്തെ ഉയർന്ന രീതിയിലുള്ള അക്കാദമികളും ഏതൊരു സംഭവത്തിനും നിസ്സാര എന്ത് സംഭവത്തിന് വിളിച്ചാലും അയാൾ 24 മണിക്കൂറും ആക്റ്റീവാണ്. അത് അവിടെ ഏലംകുളം, കുന്നക്കാവ്, പെരിന്തൽമണ്ണ അങ്ങനെയൊന്നുമില്ല. ഒരു വ്യക്തി, നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തി MLA എന്നുള്ള നിലക്ക് നിയമസഭയിലേക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ അവര് ജനങ്ങളുടെ കൂടെ ഉണ്ടോ എന്നുള്ളതാണ് നമ്മളെ നോട്ടം. ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർ, അത് EMS-ന്റെ നാട്ടിലായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന്റെ അടുത്താണെങ്കിലും ആൾക്കാരുടെ കൂടെ നന്നായിട്ടുണ്ടെങ്കിലേ നിൽക്കുള്ളൂ, വോട്ട് കിട്ടുള്ളൂ. അപ്പൊ ഇയാള് നമ്മളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് 2 പ്രാവശ്യം ഭരിച്ചു. 3-ാം പ്രാവശ്യം അവരുടെ പ്രവൃത്തി നല്ലതാണെങ്കിൽ അവർക്ക് ഭരണം കിട്ടും. നമുക്ക് ഈ നിയോജകമണ്ഡലത്തിലെ അവസ്ഥ 100% നജീബ് കാന്തപുരത്തിന് വിജയം വരും എന്നുള്ള ഒന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പില് നജീബ് കാന്തപുരം, UDF-ന്റെ നജീബ് കാന്തപുരത്തിനാണോ സാധ്യത, അതോ LDF-ന്റെ VP മുഹമ്മദ് ഹനീഫിക്കാണോ? ഇവിടെ നമ്മളെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയിട്ട് നമ്മൾ നിഷ്പക്ഷമായി ചിന്തിച്ചാലേ നമ്മളെ LDF-നാണ് വളരെ മുൻതൂക്കം സാധ്യത ഉള്ളത് കേരളത്തിൽ ഒട്ടാകെ. അതിൻ്റെ ഒരു തരംഗം എന്തായാലും പെരിന്തൽമണ്ണയിൽ ഇത്തവണ എന്തായാലും പ്രതിഫലിക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യം വളരെ ചെറിയ വോട്ടിനാണ് CPM പരാജയപ്പെട്ടിട്ടുള്ളത്. LDF ഇത്തവണ എന്തായാലും മുഹമ്മദ് ഹനീഫ വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ UDF വലിയ മേധാവിത്വം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പിലെ വിജയം, UDF-ന് കിട്ടിയ ആ മേധാവിത്വം, അത് ഈ തവണയും ഉണ്ടാകുമെന്ന് അവർ പറയുന്നത്, അത് സാധ്യമാവോ?
അല്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു വേറെ രീതിയിൽ ജനങ്ങള് ഈ 3 ഇലക്ഷനും 3 രീതിയിലാണ് ജനങ്ങൾ കാണുക. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലെ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ കാണുക. വ്യത്യസ്ത വീക്ഷണകോണിൽ വെച്ചുകൊണ്ടാണ് ആളുകൾ വിലയിരുത്തുക. ഇത് ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ പ്രതിഫലിക്കും. കാരണം ഇത്തരത്തിലുള്ള നമ്മളെ നാട്ടിൽ നടക്കുന്ന പെൻഷനും മറ്റ് പാവപ്പെട്ടവർക്കുള്ള ആനുകൂല്യങ്ങളും കൊടുക്കുന്ന ഒരു സർക്കാർ കേരള സർക്കാരാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനേക്കാളുപരി അത് സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇപ്പോൾ നമ്മളെ മുസ്തഫ വരിക. അപ്പൊ അത് നിലനിർത്തി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ മണ്ഡലത്തിൽ നിന്ന് കാലാകാലമായിട്ട് 2006 വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ. അത് ആവർത്തിക്കണം, അത് ആവർത്തിക്കും. തീർച്ചയായിട്ടും ഒരു 7000-നും 10000-നും ഇടയിൽ ഭൂരിപക്ഷത്തില് നമ്മുടെ സ്ഥാനാർത്ഥി മുസ്തഫ വിജയിക്കുന്നുള്ള മുഹമ്മദ് ഹനീഫ വിജയിക്കുന്നുള്ള ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ ഭാഗമാണ് ഏലംകുളം. ഏലംകുളത്ത് UDF-നാണോ LDF-നാണോ താങ്കളുടെ അഭിപ്രായത്തിൽ സാധ്യത കാണുന്നത്? എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാല് ഇവിടെ UDF ആണ്. നജീബ് കാന്തപുരം വിജയിക്കും. എന്തുകൊണ്ടാണ് താങ്കൾക്ക് അങ്ങനെ പറയാം? ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങൾ കൊണ്ടും വികസനങ്ങൾ, അതേമാതിരി പിന്നെ കുട്ടികൾക്കായിട്ടുള്ള വിദ്യാർത്ഥികൾക്കായിട്ടുള്ള പിന്നെ IAS-ന്റെ അക്കാഡമി ഒക്കെ കൊണ്ടുവന്ന ആളാണ്. അതേമാതിരി ഞാൻ ഓട്ടോ തൊഴിലാളിയാണ്. പിന്നെ എനിക്ക് ഇവിടെ ഹെൽത്ത് കാർഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പെരുന്തൽമണ്ണയിൽ എല്ലാ ഓട്ടോക്കാരും കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാനൊരു പിന്നെ UDF-ന്റെ അനുഭാവിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ VP മുഹമ്മദ് ഹനീഫ LDF-ന്റെ സ്ഥാനാർത്ഥി VP മുഹമ്മദ് ഹനീഫ മത്സര രംഗത്ത് സജീവം. അപ്പൊ ഇപ്പൊ ഒരു മത്സരത്തിലേക്ക് മണ്ഡലം കടന്നിട്ടുണ്ട്. അപ്പോ അങ്ങനെ വരുമ്പോ ഇപ്പോ ആദ്യ 2 ഘട്ടത്തിലേക്കൊക്കെ പ്രചരണം അങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണല്ലോ. ശരിക്കും താങ്കൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ UDF-നാണ്? ഇവിടെ 100% നജീബ് കാന്തപുരം ജയിക്കുള്ളൂ. പിന്നെ ഹനീഫ ജയിക്കൂല. കാരണം ഹനീഫ ഇന്നലെ ആരും അറിയില്ലല്ലോ. ഈ ലാവന്തോള് മാത്രം ആളറിയുള്ളൂ. പിന്നെ നജീബ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നജീബ് കത്തിക്കയറി നിൽക്കുകയാണ് എല്ലാ കാര്യങ്ങളെ കൊണ്ടും. സോഷ്യൽ മീഡിയ ആണെങ്കിലും എല്ലാവരും ജനങ്ങളുടെ ഇതിൽ കത്തിക്കയറി നിൽക്കുകയാണ്. അപ്പോൾ നജീബ് തന്നെ ജയിക്കാം 100%. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ ഭാഗമാണല്ലോ ഏലംകുളം. EMS-ന്റെ നാടാ. ഇവിടെ ആർക്കാണ് സാധ്യത കാണുന്നത്? ഇപ്രാവശ്യത്തെ സാധ്യത നമ്മൾ കാണുന്നത് ഹനീഫ് കാക്കാണ് സാധ്യത കാണുന്നത്. അതെന്താ അങ്ങനെ കൃത്യമായിട്ട് പറയാം? കൃത്യമായിട്ട് പറയാൻ വെച്ചെങ്കിൽ ഒരു തദ്ദേശ സ്ഥാപനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് അതൊരു പ്രത്യേക ട്രെൻഡായിരുന്നു. പക്ഷെ ഇപ്പോൾ 3ാം പിണറായി സർക്കാർ വരാൻ ഒരു സാധ്യത 100% ഉറപ്പാണ്. അപ്പൊ ആ ഒരു സാധ്യത വെച്ചിട്ട് ഹനീഫ് കാക്ക വരാനാണ് സാധ്യത. അപ്പൊ ഏലംകുളം പഞ്ചായത്തിൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഒരുപാട് പേരുടെ അഭിപ്രായം ചോദിച്ചു. LDF-ന് അനുകൂലമായി പറഞ്ഞ ആളുകളുണ്ട്, UDF-ന് അനുകൂലമായി പറഞ്ഞ ആളുകളുണ്ട്. ഏലംകുളം പഞ്ചായത്തിന്റെ ഒരു ഭാഗമാണ് ചെറുകര റെയിൽവേ ഗേറ്റ്. ആ റെയിൽവേ ഗേറ്റിന്റെ അടുത്ത് എത്തി ചില ആളുകളോട് ചോദിച്ചപ്പോൾ LDF-ന് അനുകൂലമായും UDF-ന് അനുകൂലമായും പറഞ്ഞു. അപ്പൊ ഏതായാലും ഇനിയിപ്പോ മത്സരം വേനൽച്ചൂടിനെ വെല്ലുന്ന മത്സരത്തിലേക്ക് കടക്കുകയാണ്. അവസാനം ഫലം വരുമ്പോൾ ആരെയാണ് ജനം പിന്തുണച്ചതെന്ന് അറിയാൻ പറ്റും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.